കണ്ണൂരിൽ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കി വി കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിലുകളും പുസ്തകത്തിലെ വിവരങ്ങളും. കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞ കണക്കുകളിലെ വസ്തുത അണികളെ ബോധിപ്പിക്കാൻ സാധിക്കാത്തതും നേതൃത്വത്തിന് പ്രതിസന്ധിയാകുന്നുണ്ട്. നമുക്ക് മിഥുൻ പിള്ളയോട് ചോദിക്കാം. മിഥുൻ, അവിടെ ഒരു പുസ്തകത്തിന്റെ വാർത്ത തന്നെയാണ്. അതെ അതെ KP, ഞാൻ പുസ്തകം വായിച്ചു, അത് ഞാൻ പറഞ്ഞുതരാം, എനിക്കിപ്പോ പെട്ടെന്ന് കിട്ടുന്നില്ല. അതായത് മിഥുനുണ്ട്. മിഥുൻ, ഈ കുഞ്ഞികൃഷ്ണൻ വല്ലാത്തൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. എന്നാലും ഈ പുസ്തകം അതൊരു ബോംബാകും എന്നതിൽ സംശയമൊന്നുമില്ല. കാരണം മധുസൂദനൻ MLA-ക്ക് മാത്രം എതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണോ ആ പുസ്തകത്തിലുള്ളത്, അതോ മുതിർന്ന നേതാക്കളുടെ അടക്കം പേരുകൾ ആ പുസ്തകത്തിലുണ്ടോ എന്നൊക്കെ കണ്ടറിയണം. എങ്ങനെയാണ് ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഈ കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിലുകളെ പ്രതിരോധിക്കാനായി CPM തയ്യാറെടുക്കുന്നത്? അശ്വതി, ഈ നമുക്കറിയാം ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയാണ് വി കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിലുകളും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതും CPM നേതൃത്വത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അണികളെ പോലും ഈ കണക്കുകളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ CPM നേതൃത്വത്തെ സംബന്ധിച്ചായിട്ടില്ല. അതാണ് വലിയൊരു പ്രതിസന്ധി തീർക്കുന്നത്. കാരണം കുഞ്ഞികൃഷ്ണൻ എന്താണോ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കൂടുതൽ കണക്കുകളോ വിശദാംശങ്ങളോ പാർട്ടി അണികളെ ബോധിപ്പിക്കാൻ വേണ്ടി CPM-ന് സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തേക്ക് വെളിപ്പെടുത്തലുമായി വന്നത് അത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന വിമർശനം അണികൾക്കിടയിൽ തന്നെയുണ്ട്. അതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാകുന്നൊരു സാഹചര്യമുണ്ട്. CPM-ന്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 12-ൽ 10 ലോക്കൽ കമ്മിറ്റികളും ഈ പണത്തിന്റെ കണക്ക് ആവശ്യപ്പെട്ടത് തന്നെ CPM നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം അത്തരം ഒരു ചോദ്യം നേതൃത്വം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം അണികൾക്കിടയിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടാകുന്നത് വലിയ പ്രതിസന്ധി പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കൂർക്കര ബ്രാഞ്ച് കമ്മിറ്റി യോഗം ചേർന്ന സമയത്ത് ഭൂരിഭാഗം മെമ്പർമാരും എത്താത്തതിനെ തുടർന്ന് യോഗം തന്നെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധി പയ്യന്നൂർ മേഖലയിൽ ഉൾപ്പെടെ CPM-ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനെ CPM നേതൃത്വം എങ്ങനെ മറികടക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പൊട്ടിത്തെറി, അണികൾക്കിടയിലെ ഈ ഒരു അമർഷവും പൊട്ടിത്തെറിയും ഒക്കെ വലിയ രീതിയിലേക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം താങ്ങാൻ പാർട്ടി നേതൃത്വത്തിനാകുമെന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു വെല്ലുവിളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ സമയത്ത് പോലും ഇതിനകത്ത് കൃത്യമായ ഒരു കണക്കിന്റെ വിവരം പുറത്തു പറയാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് അണികളോട് പറഞ്ഞുകൊള്ളാമെന്നാണ് പറയുന്നതെങ്കിൽ പോലും അത് ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഏരിയ കമ്മിറ്റികളും പല ലോക്കൽ കമ്മിറ്റികളും പറയുന്നത് ഈ പിരിച്ച പണത്തിന്റെ കണക്കിൽ ഒരു വ്യക്തത വേണമെന്ന് തന്നെയാണ്. അത് നേതൃത്വത്തിനൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് തന്നെയാണോ സത്യം എന്നൊരു സംശയം ഈ മൗനം നീണ്ടു നിൽക്കുന്ന ഒരു മൗനം ഉണ്ടാക്കുന്നുണ്ട്. അത് പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് ചില്ലറയൊന്നുമല്ല പ്രതിസന്ധി തീർക്കുന്നത്. തീർച്ചയായും മിഥുൻ, അങ്ങനെ തന്നെയാണ്. KP, വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് പയ്യന്നൂരിൽ നിന്നും വരുന്നത്. പയ്യന്നൂർ ചെങ്കോട്ടയാണ്, അവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനാണ്. വി കുഞ്ഞികൃഷ്ണൻ വെള്ളൂർ സ്വദേശിയാണ്. നമുക്കറിയാം, കരിവെള്ളൂർ, വെള്ളൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചില സിനിമാ ഗാനങ്ങളും അല്ലെ, ആ ഒരു വിപ്ലവ ഗാനങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അവിടെ നിന്നാണ് വി കുഞ്ഞികൃഷ്ണൻ മറ്റൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു ശുദ്ധീകരണമാണ് കുഞ്ഞികൃഷ്ണൻ ലക്ഷ്യമിടുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ആരെയും ദ്രോഹിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. കാരണം പാർട്ടിക്കുള്ളിൽ ഇങ്ങനെയുള്ളവരെ എന്തിന് പാർട്ടി നേതൃത്വം സംരക്ഷിക്കണം? അതുകൊണ്ട് തന്നെയാണ് അണികൾ പോലും ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഒരു സാധ്യത ഉണ്ടാകുന്നത്. അതിനെന്തിനെ വളം വെച്ചു കൊടുക്കണമെന്നാണ്. പക്ഷേ എന്തുകൊണ്ട് വി മധുസൂദനെ ഇങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. രാകേഷ് അടക്കം എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? കാരണം ലക്ഷങ്ങൾ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും ഫണ്ട് പിരിവിൽ നിന്നും 46 ലക്ഷത്തിലധികം രൂപ കൈക്കലാക്കിയിരുന്നു. പക്ഷേ അവിടെയാണ് ഇതൊക്കെയും പലരുടെയും കൈകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ചോദിച്ചൊരു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. അതായത് എന്തിന് CPM ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കും? പത്മകുമാറിന്റെ കാര്യം ഒന്ന് ആലോചിക്കൂ. അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇത് ഈ സ്വർണ്ണ കവർച്ച വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്ന വാർത്തയാണ്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള പത്മകുമാറിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇവിടുത്തെ CPM നേതൃത്വം തയ്യാറാണ്. കുറ്റപത്രം സമർപ്പിക്കട്ടെ, എന്നിട്ട് നടപടി മതി എന്നാണ്. കുറ്റപത്രം സമർപ്പിച്ചാലും നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം സ്വന്തക്കാർ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് അമ്പലം വിഴുങ്ങികളായി കഴിഞ്ഞാലും ഏത് തരത്തിൽ ഇങ്ങനെ ഫണ്ടുകൾ വാരിക്കൂട്ടി ആർഭാട മന്ദിരങ്ങൾ നിർമ്മിക്കുന്ന ഈ നേതാക്കന്മാരായി കഴിഞ്ഞാലും അവരൊന്നും തൊടാൻ പറ്റില്ല, തൊടാൻ കഴിയില്ല. കാരണം സ്വന്തക്കാരാണ്. അവർക്കും
വിഹിതം കിട്ടുന്നുണ്ട്. തദ്ദേശ ആ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു- വിഹിതം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സംശയമാണ് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ വരുന്നത് അല്ലേ? തീർച്ചയായും കെ പി. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായി. ശബരിമല സ്വർണ്ണ കവർച്ച അതിലൊരു വലിയ ഫാക്ടർ തന്നെയായിരുന്നു. അപ്പോഴും പാർട്ടി തിരുത്തുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും എവിടെ എങ്ങനെ തിരുത്തുന്നു? ഇപ്പോൾ വീടുകളിലെല്ലാം കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഒരേ ഈ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശ്രുതി. ചോദ്യം ചോദിച്ചാൽ ഉത്തരമില്ല. അതുകൊണ്ട് ഈ വീടുകളിലേക്ക് പോകുന്നവർക്ക് എഴുതി കൊടുക്കുകയാണ്, ഇന്ന ചോദ്യം പ്രതീക്ഷിക്കാം, ഇന്നതായിരിക്കണം ഉത്തരവെന്ന്. കാരണം അല്ലെങ്കിൽ ഉത്തരമില്ല. സാധാരണക്കാരായ ഈ പ്രാദേശിക നേതാക്കളായാലും മറ്റുള്ളവരായി കഴിഞ്ഞാലും എന്ത് ഉത്തരം പറയും? അവർക്ക് 100 ചോദ്യങ്ങളാണ് ജനങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഉത്തരം എഴുതി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നേതൃത്വം എത്തി എന്നതാണ് നമുക്ക് പറയേണ്ടി വരുന്നത് അല്ലേ? പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പൊതുജനം പറയുന്നത് സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും അകന്നു. അത് മാത്രമല്ല, എങ്ങനെയാണ് ഒരു പൊതുജനങ്ങളോട് പെരുമാറുന്ന രീതി, ഇവിടുത്തെ നേതാക്കളായിക്കോട്ടെ മാധ്യമങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഈ സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത് എന്തുകൊണ്ട് ഭരണം പിടിച്ചു എന്നതിലടക്കമുള്ള വിശദീകരണങ്ങളും പൊതുജനം തന്നെ നൽകുന്നുണ്ട്. അതായത് കോവിഡ് സാഹചര്യത്തിൽ നമുക്കറിയാം, ഞാനും കെ പിയും ഇപ്പം 2 സാമ്പത്തിക സ്ഥിതിയിലുള്ളവരാണെങ്കിൽ കൂടിയും നമുക്ക് എത്ര കയ്യിൽ പൈസ ഉണ്ടെങ്കിലും പുറത്തു പോയി സാധനം മേടിക്കാൻ പറ്റില്ല. നൽകിയ കിറ്റ് അത് ഉന്നതനായിക്കോട്ടെ താഴെക്കിടയിലുള്ളവരായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും പ്രയോജനകരമായിരുന്നു. അതൊരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ അധിഷ്ഠിതമായി ഈ ഭരണം പിടിച്ചെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? കർഷകരെ പിന്താങ്ങുന്നുണ്ടോ? താങ്ങ് വില വർദ്ധിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ എത്ര കർഷകരാണ് ജീവൻ എടുക്കുന്നത്? വന്യജീവി ആക്രമണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു അറുതിയില്ല. ഈ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി എടുത്ത കുഴിയിൽ വീണ് എത്ര പേരാ മരിക്കുന്നത്? അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഇവിടെ അത് ഈ ഭരണവിരുദ്ധ വികാരം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രകടമാകും എന്നതാണ് നിലവിലുള്ള വിലയിരുത്തൽ അല്ലേ? വലിയൊരു ആഘാതം ഈ ഇടതുപക്ഷ സർക്കാരിന് നേരിടേണ്ടി വരും എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. പൊതുസമൂഹത്തിന്റെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ?